പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ്. സോ നോമിന് ഭയങ്കര ഇഷ്ടമുള്ള ടീമാണ് പഞ്ചാബ് കിങ്സ്. മുമ്പ് കിങ്സിലും പഞ്ചാബ് ഒക്കെ ആയിരുന്നു. എന്റെ ഏറ്റവും ഫേവറേറ്റ് ടീം ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞിട്ട് ആരോടും നോം ചെന്നൈയെ ട്രോളും, ചെന്നൈയെ കളിയാക്കും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ 5+2=7 തല ഫോർ എ റീസൺ. നോം ഡൈ ഹാർഡ് ഫാനടാ, കഷ്ടപ്പെട്ട് ചത്ത ഫാനടാ. അത് കഴിഞ്ഞ് എനിക്ക് പഞ്ചാബിനെ ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് ഓഫ് ശ്രേയസ് അയ്യർ. സോ ഗുജറാത്തിന്റെ ഒപ്പമുള്ള കളി വൻ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്ന കളിയല്ല. പഞ്ചാബ് ആദ്യം ബാറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചു. ബാറ്റിംഗ് കാണാൻ വേണ്ടി വെച്ചപ്പോ ഗുജറാത്ത് ബാറ്റിംഗ് എടുത്തിരിക്കും. ഗുജറാത്ത് ഒരു ഉറക്കം തൂങ്ങി ടീമാണ്. ഉറക്കം തൂങ്ങി ടീം പറഞ്ഞാൽ ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ഉള്ള ഒരു ടീം വേറെ ഒരു ടീമില്ല. ഇവരുടെ ബാറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ ഏത് ഉറക്കം ഇല്ലാത്തവൻ വരെ ഉറങ്ങിപ്പോകും. എനിക്ക് തോന്നുന്നു അമ്പയർ വരെ ഇവരുടെ കളി കണ്ടിട്ട് ഉറങ്ങിപ്പോയി തോന്നുന്നു. അവിടെ റിവ്യൂ ഒക്കെ കൊടുത്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് അതിന്റെ റിസൾട്ട് ഒക്കെ വന്ന് 5 ഓവർ 60 ഒക്കെ അടിക്കും. പക്ഷേ ഒരു എന്റർടൈൻമെന്റ് പറയുന്ന സാധനമില്ല. പറയുമ്പോ ഗില്ലും അതുപോലെ സായി സുദർശനൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അവർ ക്ലാസിക് പ്ലേയേഴ്സ് ആണ്. അജിങ്ക്യ രഹാനെയും ക്ലാസിക് പ്ലെയർ ആണ്. ഞാൻ KKRന്റെ കളി കാണുന്നത് രഹാനയുടെ ബാറ്റിംഗ് കാണാൻ വേണ്ടി മാത്രമാണ്. ഇത് ശരിക്കും ഉറക്കം തൂങ്ങും. ഒരു ഭയങ്കര ഒരു വൃത്തികെട്ട കളി എന്നൊക്കെ പറയില്ല, അതാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബാറ്റിംഗ്. ആൻഡ് അവരുടെ സ്ക്വാഡ് തന്നെ ഭയങ്കര നിർഗുണ സ്ക്വാഡ് ഞാൻ പറയില്ല, ടാലന്റഡ് പ്ലേയേഴ്സിനെ നിർവികാര സ്ക്വാഡ്. ബാക്കിയുള്ളവരുടെ ടീമൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇന്ന പ്ലെയർ അടിക്കും. ഇതിൽ അങ്ങനെ ഒരു ടീമിൽ ഒരു പ്ലെയറേ ഇല്ല. 6 ഓവറൊക്കെ ഇവര് നിൽക്കുമ്പോ റണ്ണ് 60 എത്തിയിട്ടുണ്ടാവും. ആൾക്കാർ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ആ സമയത്താണ് ഓരോരോ വിക്കറ്റ് ആയിട്ടൊക്കെ പോയത്. അപ്പൊ നോമിന് കുറച്ച് സമാധാനമായി. ഇവരുടെ ബാറ്റിംഗ് കഴിഞ്ഞ വേഗം പഞ്ചാബിന്റെ ബാറ്റിംഗ് കാണാലോ എന്ന്. ത്രൂ ഔട്ട് ദ മാച്ച് ഭയങ്കര ബോറടി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഞാൻ അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ ഗുജറാത്തിന്റെ ബാറ്റിംഗ് അവിടെ വെച്ച് നിർത്തിയിട്ട് ഓഫ് ചെയ്തിട്ട് പോയി. പിന്നെ പഞ്ചാബിന്റെ കളി കാണാൻ വന്നു. എനിക്കറിയാം എന്തായാലും ഇവര് സിമ്പിൾ ആയിട്ട് തൂക്കുന്നു. ഗുജറാത്ത് ടൈറ്റൻസ് ഒക്കെ ഈ ടീമൊക്കെ വെച്ചിട്ട് അടിവാരത്ത് നിൽക്കാനുള്ള യോഗ്യതയുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ടീമും ഉണ്ടാവും, ചെന്നൈ ഉണ്ടാവും, പറയാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ അടിവാരത്ത് കൂടാം. സോ പഞ്ചാബ് വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് സൈഡാണ്, അതിലൊന്നും ഒരു സംശയവും ഇല്ല. ഇവരുടെ ഓപ്പണേഴ്സ് തന്നെ ഭയങ്കര സ്ട്രോങ് ഹിറ്റേഴ്സ് ആണ്. എന്നാൽ ഒരുത്തം വേഗം പോയി. അപ്പോഴാണ് മറ്റേ ചെറുക്കൻ പേര് മറ്റേ ഓസ്ട്രേലിയക്കാരൻ കൂപ്പർ കണോലിയ, എനിക്ക് എക്സാക്ട്ലി പേരറിയില്ല. ഞാൻ ആളുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. ആള് സ്പിന്നർ ഒക്കെയാണ്. ഇതൊക്കെയാണ് ഓസീസ് പ്ലെയർ. നമ്മുടെ ഉണ്ട് ഷോർട്ട്, ലോങ്, ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ടീമിന് തന്നെ അപരാധം പിടിച്ച പ്ലേയേഴ്സ്. ഇവനെ ഒന്നും എടുക്കില്ല നമ്മൾ ചെന്നൈക്കാർ ഇവരെ ഒന്നും എടുക്കില്ല. നമ്മൾ നല്ല നല്ല പ്ലേയേഴ്സിനെ വിട്ടിട്ട് കണ്ണിക്കണ്ട അപരാധികളെയൊക്കെ എടുക്കും. ഒറ്റയ്ക്ക് നിന്ന് ആൾ കളി ജയിപ്പിച്ചു. ആൻഡ് ഇത് സെക്കൻഡ് ഹാഫ്, അതായത് പഞ്ചാബിന്റെ ബാറ്റിങ്ങും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബോളിംഗ് ആകുമ്പോൾ ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളിയായിരുന്നു. അബ്സലൂട്ട് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ത്രില്ല് അടിപ്പിക്കുന്ന കളി തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ഐ വാസ് സോ ഷുവർ ദാറ്റ് പഞ്ചാബേ ജയിക്കുള്ളൂ. പറയാൻ പറ്റില്ല. പ്രസീദ് കൃഷ്ണയൊക്കെ വന്നിട്ട് 3-4 വിക്കറ്റ് ഒക്കെ എടുത്തപ്പോ കളി മാറി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പഞ്ചാബ് ജയിച്ചു. പഞ്ചാബും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലാണ് അടുത്ത കളി നടക്കുന്നത്. ദാറ്റ് ടു ഇൻ ഏപ്രിൽ 3rd. മിക്കവാറും പഞ്ചാബ് നല്ല ഫോമിലൊക്കെ ആണെങ്കിൽ ചെന്നൈയുടെ അടി കയറി വിടും തോന്നുന്നു. എന്താ അവസ്ഥ എന്നറിയില്ല. ചെന്നൈക്ക് ഇപ്പോഴും അറിയില്ല ഏതാണ് റൈറ്റ് കോമ്പിനേഷൻ. ഞാൻ പറഞ്ഞു ചെന്നൈക്ക് കറക്റ്റ് കോമ്പിനേഷൻ വേണം. അതേപോലെ തന്നെ കപ്പടിക്കണം. ആ ഫ്ലെമിങ്ങിനെയും മൈക്ക് ഹസീനെയും പിടിച്ച് പുറത്താക്കുക. സോ എന്തൊക്കെ ഫ്ലെമിങ് ദൈവമാണ്. ഫ്ലെമിങ് ആണ് 5 കപ്പ് അടിപ്പിച്ചെന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ധോണി ഉള്ളതുകൊണ്ടാണ് ഫ്ലെമിങ് അവിടെ നിന്ന് പോണത്. സോ ഫ്ലെമിങ് തന്നെയാണ് ധോണി. മറ്റേ ജോബർഗ് മറ്റേ സൂപ്പർ കിങ്സും ടെക്സസ് സൂപ്പർ കിങ്സിന്റെ കോച്ച്. അവിടുത്തെ കളി കണ്ടിട്ടുണ്ടാ? ആദ്യത്തെ കുറെ കളിയൊക്കെ എങ്ങനെയൊക്കെ ജയിക്കും, എന്നിട്ട് പിന്നെ തോക്കും പറഞ്ഞ നക്കി തോക്കും. അതാണ് അവസ്ഥ. എനിക്ക് ഫ്ലെമിങ്ങിന് ഒരു വിശ്വാസവും ഇല്ല. ആൻഡ് ഇവരെങ്ങനെയാണ് വെച്ചാൽ ഇവരുടെ ഈ ഓപ്ഷനിലുള്ള പിക്കിങ്സ് നോക്കിയാൽ മതി. നല്ല നല്ല പ്ലേയേഴ്സ് ഒന്നും അവർ എടുക്കുകയില്ല. ആർക്കും വേണ്ടാത്ത ഏതൊക്കെ അലവലാദികൾ അവർ തെരഞ്ഞെടുക്കുന്നതാണ്. ഈ ഷോട്ട് എന്ത് കണ്ടിട്ടാ ഷോട്ട് ഈസ് ദ ആക്ച്വൽ സ്കാം ഓഫ് ദിസ് IPL 2026 എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് അണ്ണനെ ഇറക്കി വിട്ട് കഴിഞ്ഞു വെച്ചാൽ എവിടെ ഇറക്കി വിട്ടിരിക്കുന്നത് കണ്ടില്ല. എന്നാലും 2 ഡൗൺ എന്താണ് അണ്ണൻ ഇറങ്ങിയിട്ടുള്ള കളി കണ്ടല്ലോ. ഇങ്ങേരെ വെച്ചിട്ടൊന്നും കളി നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സോ അറിയില്ല, റൈറ്റ് കോമ്പിനേഷൻസ് ഒക്കെ വന്നിട്ട് ഡെവാൽ ബ്രേവിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ആവും വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പഞ്ചാബ് ഷഡ്ഡി കയറി വിടുന്ന ഉറപ്പാണ്.